ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാനുണ്ട്. ആ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഞാനൊരു കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ ഒരു കാഴ്ച കണ്ടിരുന്നു. ആ കാഴ്ച എൻ്റെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും എൻ്റെ മനസ്സിനെ തട്ടുകയും ചെയ്ത ഒരു ഇൻസിഡൻ്റ് ആയതുകൊണ്ട് അത് നിങ്ങളിലും കൂടെ അറിയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ മനുഷ്യരുടെ ഓരോരുത്തരുടെയും ഒരു അവരെ കൾച്ചറിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിച്ചത്. ഒരു സംസ്കാരത്തെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിച്ചത്. നമ്മുടെ നാടിനെ കുറിച്ചും ഞാൻ ആലോചിച്ചു പോയി. ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ പറ്റിയില്ല. ആ ഒരു സംഭവം നമ്മളത് കണ്ട് നിന്ന് പോയി. വേറൊന്നുമല്ല, മേ ബി ചിലപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് UAE ചില മലയാളികളെങ്കിലും കണ്ടിട്ടുണ്ടാവാം, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അതത്ര വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിലും എനിക്ക് അത് വലിയൊരു സംഭവമായിട്ട് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളിലെത്തിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കാറിലൂടെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ സൈഡിലുണ്ടായിരുന്ന ലൈനിലുണ്ടായിരുന്ന ഒരു കാറിൻ്റെ പുറകിൽ വന്ന് വേറൊരു കാർ വന്ന് തട്ടി. ആ ഒരു സമയം വലിയൊരു ആക്സിഡൻ്റ് ആയില്ല, കാരണം അതൊരു ജംഗ്ഷൻ ആയിരുന്നു, സിഗ്നൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടമൊന്നും ഉണ്ടായില്ല. എങ്കിലും രണ്ട് കാറിൻ്റെയും ബമ്പറുകൾ പൊളിഞ്ഞു പോയിരുന്നു. അപ്പോൾ മലയാളിയായി നാട്ടിൽ വളർന്ന ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉണ്ടായി, ഇനി എന്തായിരിക്കും സംഭവിക്കുകയെന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ രണ്ട് കാറുകളും മറ്റു വാഹനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാതെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നിർത്തി. അതിൽ രണ്ടിലെ കാറിലെയും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി. വേറെ ആരുമല്ലായിരുന്നു, രണ്ട് സുമുഖരായിട്ടുള്ള അറബ് യുവാക്കളായിരുന്നു. അവർ ഇറങ്ങിയ പാടെ ഹസ്തദാനം ചെയ്ത് ആലിംഗനം ചെയ്ത് സ്നേഹം പങ്കുവെച്ച ശേഷമാണ് അവർ രണ്ടുപേരും കൂടി ചേർന്ന് തന്നെ കാറിൻ്റെ കേടുപാടുകൾ പരിശോധിക്കാൻ തുടങ്ങിയത്. പിന്നീട് അവരത് പോലീസ് കേസാക്കിയോന്നോ ഒത്തുതീർപ്പാക്കിയോന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ആ ഒരു സമയത്ത് നമ്മുടെ നാടിനെ പറ്റി ആലോചിച്ചു. കാര്യം മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്ന ഇത്തരം ഇൻസിഡൻറ്റ് അഥവാ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു പോയി. കയ്യാങ്കളിയും വഴക്കും ഒക്കെ ആയിട്ട് ഈവൻ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും എല്ലാവർക്കും വാഹനത്തിന്. നാട്ടിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എല്ലാവരും ആ ഒരു ഇൻസിഡൻറ്റിനെ നേരിടണമെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ്. ദേഷ്യത്തിൽ ചീത്ത വിളിക്കുക, കയ്യാങ്കളിയിലെത്തുക, അങ്ങനെയൊക്കെയാണ്. എന്നാണ് നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാർ ഇങ്ങനെയൊന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയൊരു നിമിഷമായിരുന്നു അത്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഞാൻ ഈ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടും ഈ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്ന് നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് അഥവാ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ, ബൈ ബൈ.